kpsc മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ചോദ്യം വായിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഉത്തരം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. ഞാൻ പറയുന്നത് സ്പീഡായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡ് വീഡിയോ പോസ് ചെയ്തിട്ട് ഉത്തരം കണ്ടെത്തിയതിന് ശേഷം വീഡിയോ കണ്ടിന്യൂ ചെയ്യുക. ഞാൻ കുറച്ച് സമയം ചുരുക്കി പറയാനാണ് ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ വീഡിയോന്റെ ഡ്യൂറേഷൻ കൂടും, കാണുന്ന നിങ്ങൾക്കും ബോറടിക്കും. അതുകൊണ്ടാണ് കേട്ടോ. ശരി, നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഉത്കർഷം എന്ന പദത്തിനർത്ഥം എന്താണ്? ഓപ്ഷൻ എ കളി, ബി ആഘോഷം, സി കലവി, ഡി ഉയർച്ച. ഏതാണ് അർത്ഥം? കിട്ടിയോ? ശരി, നമുക്ക് ഉത്തരത്തിലേക്ക് കടക്കാം. ഓപ്ഷൻ ഡി ഉയർച്ചയാണ് ശരിയായ അർത്ഥം. ഉത്കർഷം എന്ന് പറഞ്ഞാൽ ഉയർച്ച എന്നാണ് അർത്ഥം. കളി, ആഘോഷം എന്നതൊക്കെ കലവി എന്ന പദത്തിന്റെ പര്യായങ്ങളാണ്. ലീല, ക്രീഡ, വിനോദം, ശൃംഗാരം എന്ന അർത്ഥങ്ങളും ഉണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ക്ലേശം നിറഞ്ഞ എന്നർത്ഥം വരുന്ന പദം ഏതാണ്? ഓപ്ഷൻ എ ക്ലേശഭൂയിഷ്ടം, ബി ക്ലേശഭൂയിഷ്ടം, സി ക്ലേശഭൂയിഷ്ടം, ഡി ഇവയൊന്നുമല്ല. ഏതാണ്? ഫലഭൂയിഷ്ടം നമ്മൾ ഇതുപോലെ ചെയ്തായിരുന്നു. അത് പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം ഇതിലെ ശരിയായ പദം ഏതാണെന്ന്. കിട്ടിയോ? എളുപ്പല്ലേ? അത് തന്നെ, ഓപ്ഷൻ എ ക്ലേശഭൂയിഷ്ടമാണ് ശരിയായ പദം. ബാക്കിയൊക്കെ തെറ്റാണ് കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ക്ലേശം എന്ന പദത്തിന് അർത്ഥം എന്താണ്? ഓപ്ഷൻ എ വേദന, ബി ദുഃഖം, സി പ്രയാസം, ഡി എല്ലാം ശരി. ഏതാണ് അർത്ഥം? എളുപ്പല്ലേ? അത് തന്നെ, ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. വേദന, ദുഃഖം, പ്രയാസം, ബുദ്ധിമുട്ട്, കോപം, ഉപദ്രവം, പ്രയത്നം എന്നൊക്കെ എന്തിനർത്ഥമുണ്ട്? ക്ലേശത്തിന് അർത്ഥമുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഗൃഹസംബന്ധമായ എന്നർത്ഥം വരുന്ന പദം ഏതാണ്? ഓപ്ഷൻ എ ഗാർഹികം, ബി ലൗകികം, സി വൈദികം, ഡി എല്ലാം തെറ്റ്. നിങ്ങൾക്ക് അറിയാം അല്ലേ? അത് തന്നെ, ഓപ്ഷൻ എ ഗാർഹികമാണ് ശരിയായ പദം. ലൗകികം എന്ന് പറഞ്ഞാൽ എന്താണ്? ലോക സംബന്ധമായ, അതായത് ലോകത്തെ സംബന്ധിക്കുന്ന. വൈദികം എന്ന് പറഞ്ഞാൽ വേദത്തെ സംബന്ധിക്കുന്നതാണ് കേട്ടോ, അല്ലാതെ വൈദ്യത്തെ സംബന്ധിക്കുന്നതല്ല. അങ്ങനെ തെറ്റിദ്ധരിച്ച് പഠിക്കരുത്. വേദത്തെ സംബന്ധിക്കുന്നത് എന്ന് തന്നെ പഠിച്ചു വെക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. പൂന്തോട്ടം എന്നർത്ഥം വരാത്ത പദം ഏതാണ്? ഓപ്ഷൻ എ ആരാമം, ബി ഉദ്യാനം, സി പൂപ്പാലിക, ഡി എല്ലാം ശരി. ഏതാണ് വരാത്ത പദം? കിട്ടിയോ? ശരി, നമുക്ക് ഉത്തരത്തിലേക്ക് കടക്കാം. ഓപ്ഷൻ ഡി എന്ന് കരുതിയ തെറ്റിട്ടോ. ഓപ്ഷൻ സി ആണ് തെറ്റായ പദം. പൂപ്പാലിക എന്ന് പറഞ്ഞാൽ പൂത്തട്ടത്തിനെയാണ് പൂപ്പാലിക എന്ന് പറയാ. ആരാമം, ഉദ്യാനമൊക്കെ നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. വാടി എന്നുള്ളതൊക്കെ വെച്ചിട്ട് നമ്മൾ പഠിച്ച ഓർമ്മയില്ലേ? കുറച്ച് പര്യായങ്ങൾ പൂന്തോട്ടത്തിന്റെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ശരി, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. താമര എന്നർത്ഥം വരാത്ത പദം ഏതാണ്? ഓപ്ഷൻ എ അരവിന്ദം, ബി സരോജം, സി ഇധാനി, ഡി മഹോൽപലം. താമരയുടെ ഒരു ലോട്ട്സ് ഓഫ് പര്യായങ്ങൾ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. അത് പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് ഇതിലേതാ തെറ്റായത് എന്നുള്ളത് വ്യക്തമായിട്ട് അറിയാം. കിട്ടിയോ? അത് തന്നെ, ഓപ്ഷൻ സി ഇദാനീമാണ് തെറ്റായത്. ഇദാനീം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്നുള്ള അർത്ഥമാണ് വരുന്നത് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം ഇപ്പോളിന്റെ കുറച്ച് പര്യായങ്ങൾ പഠിച്ചായിരുന്നു, ഒരു 3 എണ്ണം. ഓർമ്മയുള്ളവർ കമന്റ് ചെയ്യുക. ഓക്കെ, ശരി, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അനർഘം എന്നതിന്റെ ശരിയല്ലാത്ത അർത്ഥം ഏതാണ്? തെറ്റായ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ എ വിലമതിക്കാനാവാത്ത, ബി ബഹുമാനം അർഹിക്കുന്ന, സി നിർവചിക്കാൻ കഴിയാത്ത, ഡി എല്ലാം ശരി. ഏതാണ് വരാത്ത പദം? കാണുമ്പോ എല്ലാം ഒരേപോലെ ഉണ്ട് അല്ലേ? പക്ഷെ വരാത്ത പദം ഉണ്ട് കേട്ടോ. ഓപ്ഷൻ സി നിർവചിക്കാൻ കഴിയാത്ത എന്നതാണ് തെറ്റായ പദം. നിർവചിക്കാൻ കഴിയാത്തതിന് എന്താ പറയാ ഒറ്റപ്പദം ആക്കുമ്പോ? അനിർവചനീയം. ഓർമ്മയുണ്ടാവും എന്ന് കരുതണോ? ശരി, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. വട്ടൻ എന്ന പദത്തിന് അർത്ഥം എന്താണ്? ഓപ്ഷൻ എ ഒരിനം നെല്ല്, ബി ഭ്രാന്തൻ, സി രണ്ടും ശരി, ഡി രണ്ടും തെറ്റ്. ഏതാണ്? കിട്ടിയോ? ശരി, നമുക്ക് ഉത്തരത്തിലേക്ക് കടക്കാം. ഓപ്ഷൻ സി രണ്ടും ശരിയാണ് കേട്ടോ. ഒരിനം നെല്ലിനും വട്ടൻ എന്ന പേരുണ്ട്. ഭ്രാന്തന് നമ്മൾ പറയാറില്ലേ, വട്ടൻ എന്ന് പറയാറില്ലേ? അങ്ങനെ രണ്ടർത്ഥവും ഉണ്ട് കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. വിധൗ എന്ന പദത്തിനർത്ഥം എന്താണ്? ഓപ്ഷൻ എ ഘനീഭവിച്ച, ബി താതാത്മ്യം, സി നവോത്ഥാനം, ഡി സമയത്ത്. ഏതാണ് അർത്ഥം വരുന്ന പദം? കിട്ടിയോ?
ശരി, നമുക്ക് ഉത്തരത്തിലേക്ക് അടക്കാം. ഓപ്ഷൻ ഡി സമയത്ത് എന്നതാണ് ശരിയായ അർത്ഥം. വിധൗ എന്ന് പറഞ്ഞാൽ സമയത്ത് എന്നാണ് അർത്ഥം. ഘനീഭവിച്ച എന്ന് പറഞ്ഞാൽ കട്ട പിടിച്ച എന്നാണ് അർത്ഥം. താഥാത്മ്യം എന്ന് പറഞ്ഞാൽ ഐക്യം എന്നാണ് അർത്ഥം. നവോത്ഥാനം എന്ന് പറഞ്ഞാൽ പുത്തൻ ഉണർവ് എന്നാണ് അർത്ഥം. അടുത്ത ചോദ്യത്തിലേക്ക് അടക്കാം. ഡംഭം എന്ന പദത്തിനർത്ഥം എന്താണ്? ഓപ്ഷൻ എ അഹങ്കാരം, ബി ദർപ്പം, സി അവലേപം, ഡി എല്ലാം ശരി. ഏതാണ്? കിട്ടിയോ? അത് തന്നെ, ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. അഹങ്കാരം, ദർപ്പം, അവലേപം, ഗർവം എന്നുള്ള അർത്ഥങ്ങൾ ഉണ്ട് ട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് അടക്കാം. പ്രതീകം എന്ന പദത്തിന്റെ ശരിയല്ലാത്ത അർത്ഥം ഏതാണ്? ഓപ്ഷൻ എ അടയാളം, ബി പ്രചോദനം, സി പ്രതിബിംബം, ഡി എല്ലാം ശരി. ഏതാണ്? കിട്ടിയോ? എളുപ്പല്ലേ? അത് തന്നെ, ഓപ്ഷൻ ബി പ്രചോദനമാണ് തെറ്റായത്. പ്രചോദനം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രേരണ എന്നുള്ള അർത്ഥമാണ് വരുന്നത്. അടയാളം, പ്രതിബിംബം എന്നതാണ് എന്തിന്റെ അർത്ഥം? പ്രതീകത്തിന്റെ അർത്ഥം. അടുത്ത ചോദ്യത്തിലേക്ക് അടക്കാം. രാജാവ് എന്നർത്ഥം വരാത്ത പദം ഏതാണ്? ഓപ്ഷൻ എ നർമ്മകീലൻ, ബി ഭൂപൻ, സി നൃപൻ, ഡി മന്നൻ. ഏതാണ് വരാത്ത പദം? ആ ഭൂപൻ എന്നുള്ളത് ഇന്നാണ് കേട്ടോ. അതെന്താന്ന് അറിയില്ല. ഞാൻ ഭൂപന്റെ കാര്യത്തിൽ മാത്രം ഇന്നടിക്കുമ്പോൾ ഫസ്റ്റ് ടൈപ്പ് കറക്റ്റ് ആവുന്നേ ഇല്ല. ഉത്തരത്തില് കറക്റ്റ് ആണ് കേട്ടോ. ശരി, നമുക്ക് ഉത്തരത്തിലേക്ക് അടക്കാം. ഓപ്ഷൻ എ നർമ്മകീലനാണ് തെറ്റായ പദം. നർമ്മകീലൻ എന്ന് പറഞ്ഞാൽ ഭർത്താവ് എന്നാണ് അർത്ഥം. ഭൂപൻ ഇങ്ങനെയാണ് കേട്ടോ എഴുതുക. അത് ഭൂപന് എന്നാണ് എഴുതിയിരിക്കുന്നത്, ഭൂപൻ എന്നാണ് പറയാ കേട്ടോ. ശരി, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് അടക്കാം. രാജാവ് തന്നെയാണ് വരാത്ത പദം. ഏതാണ്? ഓപ്ഷൻ എ നരപതി, ബി ധരാപതി, സി അരജൻ, ഡി എല്ലാം ശരി. ഏതാണ് വരാത്ത പദം? വരാത്ത പദമായിട്ടുണ്ടോ? ഇല്ല അല്ലെ? അത് തന്നെ, ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. നരപതി, ധരാപതി, അരജൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? രാജാവ് എന്നാണ് അർത്ഥം. രാജാവിന്റെ കുറച്ച് അധികം പര്യായങ്ങൾ ഇപ്രാവശ്യം പഠിക്കാനുണ്ട്. ശരി, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് അടക്കാം. രാജാവ് തന്നെയാണ് വരാത്ത പദം. ഏതാണ്? ഓപ്ഷൻ എ ഭൂപതി, ബി നരാധിപതി, സി പാർത്ഥിവൻ, ഡി എല്ലാം ശരി. ഏതാണ് വരാത്ത പദം? കിട്ടിയോ? ശരി, നമുക്ക് ഉത്തരത്തിലേക്ക് അടക്കാം. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. ഭൂപതി, നരാധിപതി, നരാധിപൻ, നരാധീശൻ, പാർത്ഥിവൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? രാജാവ് എന്നാണ് അർത്ഥം. നരാധിപതിയോട് തുല്യമായി നിൽക്കുന്ന പദങ്ങളായത് കൊണ്ടാണ് ബാക്കി രണ്ടെണ്ണത്തിനെയും കൂടെ ഞാൻ ഇവിടെ ജോയിൻ ചെയ്തിട്ടിരിക്കുന്നത്. അപ്പൊ ഈ രീതിക്ക് തന്നെ പഠിച്ചു പോവുക. പിന്നെ വീണ്ടും MCQs ആക്കേണ്ട ആവശ്യമില്ല എന്ന് കരുതി. അടുത്ത ചോദ്യത്തിലേക്ക് അടക്കാം. രാജാവ് തന്നെയാണ് അർത്ഥം വരാത്ത പദം. ഏതാണ്? ഓപ്ഷൻ എ നരേന്ദ്രൻ, ബി നരേശൻ, സി മനുജപതി, ഡി എല്ലാം ശരി. ഏതാണ്? എളുപ്പല്ലേ? അത് തന്നെ, ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. അപ്പൊ ഇതാണ് ഇന്നത്തെ 15 പദങ്ങൾ. എല്ലാവരും പഠിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞായിരുന്നു 10 ഉള്ളൂ, അടുത്ത പ്രാവശ്യം വരുമ്പോൾ 15 ഉണ്ടെന്ന് ഞാൻ വാക്ക് പാലിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവരും പഠിക്കുക എന്നുള്ളൊരു വാക്കും കൂടെ എനിക്ക് തന്നത് പാലിക്കുക. അപ്പോൾ പുതിയതായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള നമ്മുടെ കുട്ടികളൊക്കെ എന്ത് ചെയ്യണം? വീഡിയോന്റെ അവസാന ഭാഗം വരെ കാണാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ്സിന്റെ ഡീറ്റെയിൽസിനെ കുറിച്ചും ടെലഗ്രാം ചാനലിനെ കുറിച്ചും ഒക്കെ അവസാന ഭാഗത്താണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് കണ്ടിട്ട് പോവാട്ടോ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ. ഈ വീഡിയോ ഒരു 2-3 ആവർത്തി കണ്ടാൽ തന്നെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ കഴിയും. അതുപോലെ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളെല്ലാം തരംതിരിച്ച് പ്ലേലിസ്റ്റ് ആക്കിയിട്ടുണ്ട്. അതിന്റെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ കണ്ടു പഠിക്കുക. ആഴ്ചയിൽ ഒരു വട്ടെങ്കിലും നിർബന്ധമായിട്ടും റിവിഷനും ചെയ്യുക. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ എല്ലാ ക്ലാസ്സുകളുടെയും ചോദ്യങ്ങൾ മാത്രമായിട്ടുള്ള PDF അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ചെയ്യുന്നുമുണ്ട്. നമ്മുടെ ടെലഗ്രാം ചാനലിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാത്തവരൊക്കെ ജോയിൻ ചെയ്യുക. പിന്നെ എല്ലാ തിങ്കൾ, ബുധൻ, വെള്ളി എന്നീ ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക് ക്ലാസ് ഉണ്ടാവുന്നതാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.